ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ വനം വകുപ്പ് ജീവനക്കാർക്ക് വീണ് പരിക്കേറ്റു. നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ് പരിക്കേറ്റത്. വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, പറയൂ. ഗൗതം, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിരപ്പള്ളിയിലെ കാട്ടാനയുടെ ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നു. കാട്ടാന ഒരു കർഷകനെ ചവിട്ടിക്കൊന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ദൗത്യമൊക്കെ അതിരപ്പള്ളി മേഖലയിൽ നടത്തിയതാണ്. 100-ലധികം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് പല ഘട്ടങ്ങളായിട്ട് ആളെക്കൊല്ലി കാട്ടാനനെയൊക്കെ അവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമൊക്കെ വളരെ ദിവസങ്ങളോളം നടത്തുകയും കുറേയധികം ആനകളെ അവിടുന്ന് തുരത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വീണ്ടും അതിരപ്പള്ളിയിൽ നിന്ന് വരുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിയ ആനയെ തുരത്തുന്നതിനിടയിൽ അതിനെ കണ്ടോടിയിട്ടുള്ള വാച്ചർമാർക്കാണ് വീണ് പരിക്കേറ്റിട്ടുള്ളത്. ആനനെ ഇവർ തൊട്ടു മുന്നിൽ കാണുകയും ആനനെ കണ്ടതോടുകൂടി വിരണ്ട് പിന്നോട്ട് ഓടിയ വാച്ചർമാർക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചി, വാച്ചർമാരായിട്ടുള്ള നടരാജൻ, മണികണ്ഠൻ എന്നിവർക്കാണ് വീണ് പരിക്കേറ്റിട്ടുള്ളത്. ആ പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യം വളരെയേറെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട നിലയിലുള്ള കാട്ടാനകളൊക്കെ ആ പ്രദേശത്ത് ഇപ്പോഴും തമ്പടിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ദൗത്യം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള കാട്ടാനകളിൽ ഒന്നാണ് ഇന്ന് 6 മണിയോടുകൂടി ആ പ്രദേശത്തേക്ക് എത്തിയത്. വൈദ്യുതി വേലി തകർക്കുന്നതിനിടയിൽ തുമ്പൂഴ്മുറി പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായത്. ആ പ്രദേശത്ത് നിന്ന് ആനനെ കാണുകയും അവയെ പടക്കം പൊട്ടിച്ച് ഓടിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ആനയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകുകയും തുടർന്ന് വാച്ചർമാർ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് പരിക്കേറ്റിട്ടുള്ളത്. ഗൗതം, ഓക്കെ സാനു, എന്തായാലും ഫോറസ്റ്റ് ഓഫീസർമാർക്കാണ് ഇത്തരത്തിൽ കാട്ടാനയെ അകറ്റുന്നതിനിടയിൽ വീണ് പരിക്കേറ്റിരിക്കുന്നത്. സാനു കെ സജീവ് വിവരങ്ങൾ നൽകുകയായിരുന്നു.